പ്രമുഖ കഥാകൃത്ത് AK ശിവദാസൻ്റെ വേടഭാരതം എന്ന ഒരു കഥാപുസ്തകമുണ്ട്. വ്യത്യസ്തമായ 10 കഥകൾ. അതിൽ ആദ്യ കഥയായ പൊന്മാൻ വളരെ ആകർഷകമായ ഒരു കഥയായി തോന്നി. കൗമാരവും യൗവനവും കടന്നുപോയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും മനസ്സിലെ ചില ചപലതകളും ചില ആകുലതകളും ആഗ്രഹങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. ആ കാലഘട്ടത്തെ കുറച്ച് ഭ്രാന്തിൻ്റെയും ഭ്രമാത്മകമായ ചിന്തകളുടെയും ഒരു ക്യാൻവാസിൽ മനോഹരമായി അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. കഥയുടെ ആദ്യ വാചകമാണ് എന്നെ ഏറെ ആകർഷിച്ചത്. പരസ്യമായിരുന്ന് ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം പൊന്മാൻ്റേതാണ്. അപ്പം ഒരു കൗമാരക്കാലത്തിലെ ഒരു നാട്ടിൻപുറത്തെ പെൺകുട്ടികളുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ ദിനചര്യകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ചില കണ്ണുകളെക്കുറിച്ച് പറയുകയും കൗമാരകാലത്തെ ആഗ്രഹങ്ങളുടെ സാഫല്യത്തിനു വേണ്ടിയിട്ട് കടന്നു പോകുന്ന കാഴ്ചകളും അത് സമൂഹത്തിൻ്റെ കണ്ണിൽ ഒരു തെറ്റും കുറ്റവുമൊക്കെയായി വിമർശിക്കപ്പെടുമ്പോൾ കഥാനായകൻ എവിടേക്കോ ഓടി ഒളിക്കുന്നു. കഥാനായികയുടെ വിവാഹം കഴിയുന്നു. 15 ദിവസങ്ങൾ തൻ്റെ ഭർത്താവുമൊത്ത് ജീവിച്ച ഓരോ രാത്രികളെയും വളരെ പേടിയോടുകൂടി അവൾ കാണുന്നു. അവളുടെ തിരിച്ചുവരവ് വീണ്ടും അവളൊരു സ്വപ്നജീവിയെ പോലെ ഒരു ഭ്രാന്തമായ ജീവിതത്തിൻ്റെ നിഴലുകളിലൂടെ കടന്നു പോവുകയാണ്. രോഗിയായ ചിത്തഭ്രമകാരിയായ മകളെ ഒരു ദിവ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് അയൽക്കാരി പറയുന്നു. ആ ദിവ്യൻ്റെ അടുത്തേക്കുള്ള യാത്ര, ആ യാത്രയിൽ അവിടെ ചെല്ലുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ദിവ്യനെ നായിക തിരിച്ചറിയുകയാണ്. പിന്നീട് തൻ്റെ ആഗ്രഹങ്ങൾ അവിടെ ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും അവളിലേക്ക് ചൂഴ്ന്നിറങ്ങി വരുന്ന കണ്ണുകൾ, ക്യാമറ കണ്ണുകൾ ഒക്കെ കാണുകയാണ്. സമൂഹത്തിൻ്റെ സദാചാരത്തിൻ്റെ കണ്ണുകൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ ദുരാഗ്രഹത്തിൻ്റെ കണ്ണുകളെക്കുറിച്ച് കൂടി വളരെ വിമർശനാത്മകമായി വേടഭാരതത്തിലെ 1ാമത്തെ കഥയായ പൊന്മാൻ നമ്മളോട് പറയുന്നുണ്ട്. AK ശിവദാസൻ്റെ രചനാപാടവം വളരെ മനോഹരമായി തോന്നി. നല്ല കഥ.